ഈവനിംഗ് ഇലക്ഷൻ ബ്രേക്കിംഗ്. എലത്തൂർ സീറ്റ് എൻസിപിക്ക് തന്നെ സീറ്റ് ഏറ്റെടുക്കേണ്ടെന്ന് സിപിഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമായിരിക്കുന്നു. ഘടകകക്ഷികളുടെ സീറ്റിൽ കൈകടത്തേണ്ട എന്നാണ് നിലപാട്. എന്നാൽ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള എൻസിപിയിലെ തർക്കം സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യും. ശരത് SS ആണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ശരത്ത്, എൻസിപിയുടെ സീറ്റ് ഏതായാലും ഏറ്റെടുക്കേണ്ട എന്ന് സിപിഎം തീരുമാനിക്കുകയാണ്. പക്ഷേ എൻസിപിക്ക് അകത്തെ തർക്കം അതെങ്ങനെ പരിഹരിക്കും? അത് മുന്നണിയെ ആകെ ബാധിക്കില്ലേ? വിനീത, അത് തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ആശങ്ക. കാരണം NCP-ക്കുള്ള തർക്കം തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ അത് ബാധിക്കുമെന്ന ആശങ്ക CPM-നുണ്ട്. NCP AK ശശീന്ദ്രനെതിരെ ജില്ലാ നേതൃത്വം പരസ്യമായി രംഗത്ത് വരികയും പ്രമേയമടക്കം പാസ്സാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ NCP-ക്കുള്ളിലെ പോര് അത് ഇലക്ഷനെ ബാധിക്കുമെന്നാണ് CPM പ്രധാനമായും ആശങ്ക വെക്കുന്നത്. മാത്രമല്ല, ഈ മണ്ഡലം CPM ഏറ്റെടുക്കണമെന്ന് CPM-ന്റെ തന്നെ പ്രാദേശിക ഘടകം ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇന്ന് ജില്ലാ കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഏതായാലും സീറ്റ് ഘടകകക്ഷിയുടേതായതുകൊണ്ട് തന്നെ അത് ഏറ്റെടുക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് CPM ജില്ലാ കമ്മിറ്റിക്കുള്ളത്. പക്ഷേ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട തർക്കം അത് സംസ്ഥാന കമ്മിറ്റി അറിയിക്കണം. അടിയന്തരമായി ഈ വിഷയം പരിഹരിക്കണമെന്ന ആവശ്യം സംസ്ഥാന കമ്മിറ്റിയോട് കൂടി ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കാനാണ് ഇപ്പോൾ എന്തായാലും ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. AK ശശീന്ദ്രനെ മത്സരിപ്പിക്കുന്നതിനെതിരെ വലിയ വിയോജിപ്പ് ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റിയിലെ പ്രധാന നേതാക്കളൊക്കെ തന്നെ മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഘട്ടത്തിലാണ് എന്തായാലും ഇപ്പോൾ CPM-ലും ഇത്തരം ആശങ്ക നിൽക്കുന്നത്. എന്തായാലും ശശീന്ദ്രൻ സ്ഥാനാർത്ഥിത്വം NCP-ക്കുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരു വിഭാഗം ശക്തമായ ജില്ലയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുൾപ്പെടെ CPM ഗൗരവത്തിലാണ് കാണുന്നത്. കാരണം ഇത്തരമൊരു തർക്കം ഈ ഘട്ടത്തിൽ ഉടലെടുത്താൽ CPM-ന് വലിയ വേരോട്ടമുള്ള മണ്ണാണ് എലത്തൂർ. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ പോലും അത് തർക്കങ്ങൾക്കിടയാക്കും. അതുകൊണ്ട് തന്നെ ജയപരാജയങ്ങളെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് തർക്കം മാറുമോ എന്ന ആശങ്ക പാർട്ടിക്കുള്ളിലുണ്ട്. പക്ഷേ ഒരു വിഭാഗം പറയുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണഗതിയിൽ NCP-യിൽ ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ അവസാനിക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ രീതിയിൽ CPM അത്ര ലളിതമായിട്ടല്ല വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കാനാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ ഇത് സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ശരി, ഏതായാലും നമുക്ക് പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് പോയാൽ റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സീറ്റ് ചർച്ചയിൽ NCP-യിൽ ഭിന്നാഭിപ്രായമുണ്ടെന്ന് സമ്മതിക്കുകയാണ് മന്ത്രി AK ശശീന്ദ്രൻ. സ്ഥാനാർത്ഥിയാവാൻ മറ്റ് നേതാക്കൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലെന്നും മന്ത്രി പറയുന്നു. തർക്കം ഉന്നയിച്ച ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിനെ കൂടെ ഇരുത്തിയാണ് ശശീന്ദ്രന്റെ പ്രതികരണം. പാർട്ടി ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അംഗീകരിക്കുമെന്ന മുക്കം മുഹമ്മദും റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു തീരുമാനമില്ല. ഞങ്ങൾ പാർട്ടി അവസാനം തീരുമാനിക്കും. അതിൻ്റെ കൂടെ ജില്ലാ പ്രസിഡന്റല്ല, ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ആ സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ ഇന്നലകളിൽ എങ്ങനെ ചെയ്തിരുന്നോ അതിനേക്കാൾ വാശിയോടുകൂടി ഉണ്ടാവും. ജില്ലാ കമ്മിറ്റി പാർട്ടിയില്ല, അഭിപ്രായമുണ്ട്. അഭിപ്രായം പറയാനാണ് പാർട്ടി യോഗം വിളിക്കുന്നത്. അതിപ്പോൾ എൻ്റെ അഭിപ്രായം തന്നെ ആയിക്കൊള്ളുന്നില്ല, മുഹമ്മദിൻ്റെ അഭിപ്രായം കൊടുക്കൊണ്ടില്ല, ബാബുവിന്. ആ അഭിപ്രായങ്ങൾ കേൾക്കാനാണല്ലോ മീറ്റിംഗ് വിളിക്കുന്നത്. അല്ലെ പിന്നെ അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ. ജില്ലാ കമ്മിറ്റി പ്രമേയം പാസ്സാക്കി എന്നൊക്കെ പറയും. അല്ല, ജില്ലാ കമ്മിറ്റിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം ചർച്ച ചെയ്യുമല്ലോ. ആ അഭിപ്രായം ജില്ലാ പ്രസിഡന്റ് പറയുമല്ലോ. അതിനല്ലേ മീറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഒരു ശത്രുതയില്ല. കാരണം ഒരു ഇലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹിക്കൽ പിന്നെ ഒരു പ്രവർത്തകൻ്റെ ഒരു മിനിമം റൈറ്റാണ്. ആ റൈറ്റ് പ്രയോഗിക്കുന്നതിനെ കുറ്റപ്പെടുത്താൻ ഞാനിതുവരെ നിങ്ങൾ ഇത്രയും ദിവസം എന്നോട് ചോദിച്ചിട്ടില്ലേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അത് പാർട്ടി അവസാനം അഭിപ്രായം ഉണ്ടാവും, പാർട്ടി അവസാനം തീരുമാനിക്കും. രണ്ടുപേരിൽ ആര് സ്ഥാനാർത്ഥിയാലും കുഴപ്പമില്ല. ആരായാലും പിന്നെന്താ? എന്താണ് അഭിപ്രായം? ജില്ലാ കമ്മിറ്റി പ്രമേയമൊക്കെ പാസ്സാക്കി. മിനിസ്റ്റർ പറഞ്ഞൊരു സംഗതി, പാർട്ടി തീരുമാനിച്ചാൽ അതാണല്ലോ സ്വീകരിക്കപ്പെടുക. ആര് സ്ഥാനാർത്ഥിയാലും പാർട്ടി സ്വീകരിച്ചാൽ അതിൻ്റെ കൂടെ പ്രവർത്തിക്കും. അതാണല്ലോ പാർട്ടി. മുക്കം മുഹമ്മദിൻ്റെ പേര് പറഞ്ഞാലും ആര് പേര് പറഞ്ഞാലും അല്ല, ആര് പേര് പറഞ്ഞാൽ. പക്ഷെ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയല്ല. മന്ത്രിക്കെതിരാണ് ജില്ലാ കമ്മിറ്റി എന്ന രീതിയിലെ വാർത്തകളൊക്കെ പലതും ഉണ്ടാവും. വാർത്തകളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് നല്ല പ്രശ്നം. ഏതായാലും രണ്ടുപേരും ഒരാളെ ഉണ്ടാവുള്ളൂ നിങ്ങൾ വിചാരിച്ചോളൂ. ശരി, അതാണ് നേതാക്കളുടെ പ്രതികരണം. പുറമേക്ക് ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ തർക്കമുണ്ട്, അത് തന്നെയാണ്. പക്ഷെ സ്ഥാനാർത്ഥി ആരായാലും ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. ഏതായാലും അങ്ങനെ ഒരു തർക്കത്തിന് CPM സമ്മതിക്കുകയുമില്ല എന്ന് നമുക്ക് കരുതാം. മറ്റൊരു വാർത്തയിലേക്ക്